മിമിക്രി ആണല്ലോ ശരിക്കും ഒരു ഒരു തുടക്കം എന്ന് പറയുന്നത്. ചിത്രകല പറ്റി കഴിഞ്ഞാൽ ഒരു മിമിക്രി കലാകാരൻ എന്ന നിലയിലാണ് തുടക്കവും. അതിനെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച ഒരാളാണ്. അപ്പം ഇടയ്ക്ക് വെച്ച് പറയുന്നത് കേട്ടു, ഞാൻ ഇതിനകത്ത് പോകാൻ സമയമായി, ഇതിൽ നിന്ന് മറഞ്ഞു നിൽക്കണം എന്നും. അതെന്താ അങ്ങനെ ഒരു തീരുമാനം വരാൻ ഒരു ഇതെടുത്തത്? അത് നമ്മളിപ്പോൾ ഏത് പ്രസ്ഥാനമാണെങ്കിലും കലാരൂപമാണെങ്കിലും ഒക്കെ അവിടെ പുതിയ പുതിയ കലാകാരന്മാരും അവരുടെ പുതിയ പുതിയ ചിന്തകളും ഒക്കെ വന്നെങ്കിലേ ഇതിന് പഴക്കം തട്ടാതിരിക്കുകയുള്ളൂ, പുതുമയുണ്ടാവുകയുള്ളൂ, അല്ലെ പഴകും. അപ്പം നമ്മൾ മാറാൻ തയ്യാറാവണം പുതിയ അനുകരണങ്ങളിലേക്ക്. അപ്പോൾ അത് മാറാൻ പറ്റാതെ വരുന്ന സമയത്ത് നമ്മൾ മാറി നിൽക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാരുണ്ടല്ലോ. ഇപ്പം മഹേഷ് കുഞ്ഞുമോനൊക്കെ ഈ പറഞ്ഞാൽ ഒരുപാട് പേരെ പുതിയ ആൾക്കാരെ ചെയ്യുന്നു. അതുപോലെ ഒരുപാട് പേരുണ്ട്. അശ്വന്ത് എന്നൊക്കെ പറഞ്ഞാൽ കുറേ കുട്ടികളുണ്ട്, നല്ല പയ്യന്മാർ. അപ്പോൾ അവരൊക്കെ നല്ലതായിട്ട് പുതിയ പുതിയ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ വെറുതെ പോയിട്ട് ഇനി വീണ്ടും വീണ്ടും പഴയത് ചെയ്ത് നിൽക്കണോ വേണ്ടയോ എന്നൊരാലോചന കൗണ്ടർ വരാൻ തുടങ്ങി, പിള്ളേർ വരെ കളിയാക്കാൻ തുടങ്ങി. അതൊന്നും ഞാൻ തന്നെ എന്നെ ട്രോളുന്നുണ്ട്. സ്ട്രോബെറി, മാംഗോ, മിക്സ്ഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ എന്നീ രുചികളിൽ ഹാപ്പി ജാംസ്.